പ്രൈം വിറ്റ്നസ് എന്ന ഈ യൂട്യൂബിലൂടെ ആശാ വർക്കേഴ്സ് സഹോദരിമാർക്ക് ഞാൻ 100% എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, എൻ്റെ സപ്പോർട്ട് വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ തീർച്ചയായിട്ടും കഷ്ടപ്പാടിലൂടെ ശക്തീകരിക്കപ്പെട്ടവരാണ്. കഷ്ടപ്പാടിലൂടെ ശക്തീകരിക്കപ്പെടുന്നവരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ അങ്ങനെ കഷ്ടപ്പാടിലൂടെ ശക്തീകരിക്കപ്പെട്ട നിങ്ങൾ തീർച്ചയായും വിജയം കൈവരിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകണം. ഈ സമൂഹത്തിൽ ഇപ്പോഴത്തെ ഭരണപാർട്ടിയിൽ പെട്ടവർ പോലും, അതിൽ സുബുദ്ധിയുള്ള പാർട്ടിക്കാരൊക്കെ ഈ ആശാ വർക്കേഴ്സിൻ്റെ സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കണം എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലവട്ടം അവരൊക്കെ ആവശ്യപ്പെടുന്നത് നമ്മൾ കേട്ടു. അതുകൊണ്ട് അവർ സുമനസ്സുകളാണ്, സുബുദ്ധിയുള്ളവരാണ്, അവർ തൊഴിലാളി പക്ഷത്ത് നിൽക്കുന്നവരാണ്, വാക്കും പ്രവൃത്തിയും ഒന്നുപോലെ ഉള്ളവരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പം അതുപോലെ തന്നെ ആണ് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. ഞാനിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. എന്താണ് അദ്ദേഹം അയച്ചിരിക്കുന്ന വീഡിയോ സന്ദേശം? അദ്ദേഹത്തിൻ്റെ പേര് ഡാനിയൽ എം കെ പറഞ്ഞിരിക്കുന്ന അത് എന്താണെന്ന് നോക്കൂ. ആശ ആർ നോട്ട് മിയർ വർക്കേഴ്സ് ഓർ പാർട്ടി സ്ലേവ്സ്. ആശ എന്ന് പറഞ്ഞ ആശാ വർക്കേഴ്സ് വെറും പാർട്ടി വക്താക്കളോ പാർട്ടിയുടെ സ്ലേവ്സോ അല്ല. പിന്നെ എന്താണ്? ദേ ആർ അക്രഡിറ്റഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് റിലേറ്റഡ് ടു ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അവര് കുടുംബാരോഗ്യവുമായി ബന്ധപ്പെട്ട അക്രഡിറ്റഡ് അംഗീകൃത സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. റെസ്പെക്ട് ആൻഡ് കൺസിഡർ ദം ആസ് VIPs ഓഫ് അവർ നേഷൻ. അവരെ ബഹുമാനിക്കുക, അതുപോലെ തന്നെ അവരെ നമ്മുടെ നാടിൻ്റെ VIP-കളായി കരുതുകയും ചെയ്യുക എന്നാണ് മിസ്റ്റർ MK ഡാനിയൽ എനിക്ക് എഴുതിയിരിക്കുന്ന ഒരു മെസ്സേജ്. ആ മെസ്സേജാണ് ഞാനിപ്പോൾ പരിഭാഷപ്പെടുത്തി എൻ്റെ സഹോദരിമാർക്കായിട്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആശാ വർക്കേഴ്സിനെ ബഹുമാനിക്കുന്നവരാണ് ഈ നാട്ടിലെ വിവരമുള്ള ജനങ്ങൾ മുഴുവനും, അഹങ്കാരികളല്ലാത്ത ജനങ്ങൾ മുഴുവനും. വിവരം മാത്രം പോരാ, അഹങ്കാരവും ഉണ്ടാകരുത്. അങ്ങനെയുള്ളവരാണ് നല്ല പൗരന്മാർ. അപ്പം നല്ല പൗരന്മാരെല്ലാം ആശാ വർക്കേഴ്സിനെ അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നത്. കാരണം അവർ ചെയ്യുന്ന കർമ്മം അങ്ങനെയാണ്. ഒരുപക്ഷെ പലപ്പോഴും ഡോക്ടേഴ്സോ നേഴ്സസോ ഫെയിലാകുന്ന മേഖലയിൽ പോലും കരുത്തു തെളിയിച്ച് നിരവധി ആൾക്കാരെ സേവനം കൊണ്ട് ജീവിതം ആസ്വാദ്യകരമാക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഈ 26,000-ലധികം വരുന്ന കേരളത്തിലെ ആശാ വർക്കേഴ്സ്. അപ്പോൾ 26,000-ലധികം വരുന്ന കേരളത്തിലെ ആശാ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രയും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിനേക്കാൾ പോപ്പുലേഷനുള്ള സംസ്ഥാനത്തും ആശാ വർക്കേഴ്സിൻ്റെ എണ്ണം ഇത്രയും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്താണ് ആ കാരണം? ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ 145-146 കോടിയോളം ജനങ്ങളുണ്ട്. പക്ഷേ ഓൾ ഇന്ത്യ തലത്തിൽ 7% മാത്രമേ 60 കഴിഞ്ഞവരുള്ളൂ. അപ്പോൾ ഈ 60 കഴിഞ്ഞവർക്ക് എന്താ പ്രത്യേകത? അവർക്കാണ് പൊതുവെ പരസഹായം വേണ്ടി വരുന്നത്. കാരണം സിൽവർ ഡിവിഡൻഡ്, അതായത് 60 കഴിഞ്ഞവരുടെ ജീവിതത്തെ ധന്യമാക്കി ആരോഗ്യകരമാക്കി അവരെ ശക്തീകരിക്കുന്ന ആ സമ്പ്രദായം ഇന്ത്യയിൽ ഇതുവരെ തുടങ്ങി വെക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല, ഈവൻ കേരളത്തിൽ പോലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് സഹായം ആവശ്യമുള്ളത് 60+ പോപ്പുലേഷനാണ് കൂടുതലായിട്ട് സഹായം ആവശ്യമുള്ളത്. ആ 60+ പോപ്പുലേഷൻ ഓൾ ഇന്ത്യ തലത്തിൽ 7% മാത്രമാണ്. മറിച്ച് കേരളത്തിൽ 17% മുകളിൽ, ഏകദേശം 18% വരും. അടുത്ത സെൻസസ് വന്നാലേ നമുക്ക് കൃത്യമായിട്ട് അത് 20%-ലോ 22%-ലോ എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ സെൻസസ് പ്രകാരം 2011 സെൻസസ് പ്രകാരം, ഇപ്പൊ അത് കഴിഞ്ഞ് വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ 22% വരെയൊക്കെ എത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉയർന്ന തോതിൽ 60 കഴിഞ്ഞ ജനങ്ങളുള്ള ഒരു നാടാണ് കേരളം. അങ്ങനെയുള്ള ആ നാട്ടിലെ ആശാ വർക്കേഴ്സിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അനിർവചനീയമാണ്. അതായത് അത്രയധികം പ്രസക്തമാണ്. അത് മാത്രവുമല്ല, കേരളത്തിൽ നിന്നാണ് ഒരുപാട് പ്രവാസികൾ ഈ പ്രായമായ അച്ഛനെയും അമ്മയെയും ഒക്കെ ഇവിടെ തന്നെ ആക്കിയിട്ട് പ്രവാസത്തിൽ കഴിയുന്നത്. ആ പ്രവാസത്തിന് ഒരു പ്രയോജനവുമില്ല. തീർച്ചയായിട്ടും കേരള ഇക്കോണമിയെ പിടിച്ചു നിർത്തുന്നത്,
കേരള ഇക്കോണമിയുടെ സാമ്പത്തിക നില ഇപ്പം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയി, ഭരണകൂടത്തിന്റെ ഉദകക്രിയകൾ മൂലം. അതല്ലാതെ ശരിക്കു പറഞ്ഞാൽ കേരളം ഇങ്ങനെ ധനപ്രതിസന്ധിയിലേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കേരളത്തില് ഈ ആശാ വർക്കേഴ്സ് ചെയ്യുന്ന നിസ്തുല സേവനം, രാപകൽ അവർ അധ്വാനിക്കുകയാണ്. സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ പോലും മറന്നുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് ഈ പറയപ്പെട്ട 60+ പോപ്പുലേഷന് വേണ്ടി പ്രത്യേകമായിട്ട്, അതല്ലാതെയും ഉണ്ട് സെറിബ്രൽ പാൾസി അങ്ങനെയൊക്കെയുള്ള മറ്റ് വലിയ പ്രശ്നങ്ങൾ ജന്മന തന്നെയുള്ള കുട്ടികൾക്കും അങ്ങനെ എല്ലാവർക്കും ഇവർ സേവനം ചെയ്യുന്നു. പ്രത്യേകിച്ച് 60+ പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവരുടെ സഹായം കിട്ടേണ്ടതും കിട്ടുന്നതും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന, അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാമത് നിൽക്കുന്നത് കേരളം ഇന്ത്യയില്? ഒന്നാമത്തെ കാരണം ആരോഗ്യം. അത് കഴിഞ്ഞ് ആരോഗ്യത്തോട് ചേർന്ന് തന്നെ ലോഞ്ചിവിറ്റി, അതായത് നമ്മുടെ ജീവിത എന്താ പറയുക, ലൈഫ് എക്സ്പെക്റ്റൻസി, എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ കൂടുതൽ വർഷം, ഇന്ത്യൻ ശരാശരിയേക്കാൾ കൂടുതൽ വർഷം ജീവിക്കുന്നു ഓരോ മലയാളിയും. അപ്പൊ അങ്ങനെ ആ കൂടുതൽ വർഷം ജീവിക്കുന്ന, അതായത് 60+ പോപ്പുലേഷൻ കൂടുതൽ വർഷം ജീവിക്കുന്നു, അതുകൊണ്ടാണ് ലോഞ്ചിവിറ്റി കൂടുതലാണ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നതാണ് കേരളത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഇവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഈ പറയപ്പെട്ട കാടും മലയും കയറി പുലിയും ആനയും കടുവയും ഉള്ള മേഖലകളിലൂടെ നിർഭയം നടന്നു നീങ്ങി അവര് ഓരോ വീടുകളിലും എത്തി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് അവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. അതുകൊണ്ടാണ് ലോഞ്ചിവിറ്റി കേരളത്തിൽ കൂടിയിരിക്കുന്നത്. അപ്പൊ ആർക്കാണ് നമ്മൾ അതിന് നന്ദി പറയേണ്ടത്? നമ്മൾ അതിന് നന്ദി പറയേണ്ടത് ഈ ആശാ വർക്കർമാരോടാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ എന്താ പറയുക, അവരെ താറടിച്ച് കാണിക്കുന്ന തരത്തിലുള്ള, അതൊക്കെ ഈ പറയുന്നവരുടെ സംസ്കാരം അത്ര മോശമാണ് എന്ന് വിചാരിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അതുകൊണ്ട് വ്രണിത ഹൃദയരാകരുത്. ഈ പറയുന്നവരുടെ സംസ്കാരം അത്രയും മോശമാണ്, അത്രയും താഴ്ന്ന നിലവാരത്തിലുള്ളതാണ് എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. കാരണം നിങ്ങൾ ചെയ്യുന്ന സേവനം അത്ര മഹത്തരമായ സേവനമാണ്. അപ്പൊ അങ്ങനെ മഹത്തരമായ സേവനം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് 7000 രൂപ കൊടുക്കുന്നു, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശമ്പളമാണ് എന്നൊക്കെയാണ് മന്ത്രി പുങ്കവന്മാരും മറ്റുമൊക്കെ പറയുന്നത്. അത് കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഇവരെവിടെ ജീവിച്ചവരാ? ഇവർക്ക് എന്ത് വിവരമാണ് ഉള്ളത്? വിവരക്കേട് പറയുന്നതിനും വേണ്ടേ ഒരു എന്താ പറയുക, ഒരു ജാള്യമൊക്കെ. അങ്ങനെ ചുമ്മാതെ വിവരക്കേട് പറയാൻ പാടുണ്ടോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരാളുടെ ദിവസത്തെ കൂലി എത്രയാണ്? ഈ തിരുവനന്തപുരത്ത് 1250 രൂപ കിട്ടാതെ ഒരു മനുഷ്യനെ തൂമ്പ പിടിച്ച് കിളയ്ക്കാൻ കിട്ടില്ല. അതെനിക്ക് ഉറപ്പാണ്. കാരണം ഈ കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ ജോലിക്കാരനെ വെച്ച് ജോലി ചെയ്യിച്ചതാണ്. 1250 രൂപ. അപ്പോൾ എത്ര ദിവസം ആ പണിക്കാരന് 5 ദിവസം പണിയാൻ പോയ എത്ര രൂപ കിട്ടും? 7000-ൽ കൂടുതൽ കിട്ടുന്നു 5 ദിവസം പണിതാല്. ഇത് 30 ദിവസവും, അതായത് മരുന്നെടുത്തു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്കൊക്കെ എല്ലാ ദിവസവും കൊടുക്കണം. അപ്പൊ ഈ ആശാ വർക്കർ 30 ദിവസവും 31 ദിവസവും വർക്ക് ചെയ്യണം. അങ്ങനെ പോകുന്ന ആശാ വർക്കർക്കാണ് 7000 രൂപ ശമ്പളം കിട്ടുന്നത്. വലിയ തുകയാണ് അത്രേ. എവിടെ പോയി ഈ മന്ത്രി പുങ്കവന്മാരും മറ്റുമൊക്കെ ഈ കൂലി വർക്കേഴ്സിന്റെ ശമ്പളം ഈ 1250 രൂപയിൽ നിന്ന് താഴെ 300 രൂപയിലേക്കൊന്ന് കുറയ്ക്കാനൊന്ന് നോക്കട്ടെ അവര്. അപ്പൊ അറിയാം എന്ത് സംഭവിക്കുമെന്ന്. ഇവിടെ കൂലി ഇത്ര രാജകീയ കൂലി കിട്ടുന്നത് കൊണ്ടല്ലേ ബംഗാളിലെ ലക്ഷക്കണക്കിന് ആൾക്കാര്, വടക്കേ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ, തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് അവരുടെ നാട്ടിലെ അടുപ്പിൽ തീയെരിയുന്നതിന്റെ കാരണഭൂതരായി ഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കൂലിവേല ചെയ്യുന്നവർക്കൊക്കെ കിട്ടുന്ന കൂലി അത് ആശാവഹമായ കൂലിയാണ്. പക്ഷെ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന 7000 കൂലി എന്ന് പറഞ്ഞാൽ അത് വലിയ കൂലിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ആകെ മൊത്തമുള്ള കൂലിയുടെ രീതി ഒന്ന് ഓർത്തു നോക്കാം. നമുക്ക് 2005 തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ടാണ് 180 രൂപയിൽ അവരുടെ ഒരു ദിവസത്തെ കൂലി നിശ്ചയിച്ചത്? കാരണം അന്ന് ഓൾ ഇന്ത്യ ശരാശരി കൂലി 180-ലൊക്കെ വളരെ താഴെയായിരുന്നു. അപ്പോൾ ഈ പേര് പറഞ്ഞ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി എല്ലാവരും ഓടി നടക്കും. അപ്പോൾ നാട്ടിലെ ആൾക്കാരുടെ ഷോർട്ടേജ് ഉണ്ടാകും, കൂലിപ്പണിക്കാരുടെ. അങ്ങനെയാവുമ്പോൾ എല്ലാവരും കൂലി കൂട്ടിക്കൊടുക്കും. അങ്ങനെ ശരാശരി കൂലി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അന്ന് 182 രൂപയായിട്ട് ഫിക്സ് ചെയ്തത്. അതിനുശേഷം അത് പടിപടിയായി വർദ്ധിച്ച് ഇന്ന്
30 രൂപയിൽ എത്തി നിൽക്കുകയാണ്. സത്യം പറയാമല്ലോ, ഈ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ നിർമ്മല സീതാരാമൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് ഒരു മെസ്സേജ് കൊടുത്തിരുന്നു. അതിനകത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി 400 രൂപയാക്കണമെന്നും അങ്ങനെയെങ്കിലും ഇന്ത്യയിലെ മിനിമം കൂലി 400-ന് മുകളിലാകട്ടെ എന്നുമാണ് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ അവരത് നടപ്പാക്കിയില്ല. പക്ഷെ അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും തീർച്ചയായിട്ടും. അപ്പം എന്തുകൊണ്ടാണ് ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന കൂലി 7000 കൂടുതലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വല്ലാതെ നമുക്ക് വല്ലാതെ എന്താ തോന്നുക, നമുക്ക് തന്നെ ഒരു അപകർഷതാ ബോധം തോന്നും. കാരണം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തൊഴിലിനെ പറ്റി പറഞ്ഞിരിക്കുന്ന എന്താണ്? മാന്യമായ തൊഴിലിന് 4 നിർവചനങ്ങൾ, 4 മാനദണ്ഡങ്ങളാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഏതാ ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1919 നിലവിൽ വന്നതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ ILO. 1945 ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും യുണൈറ്റഡ് നേഷൻസും ഒക്കെ വരുന്നതെന്ന് ഓർക്കണം. അപ്പൊ അതൊക്കെ വരുന്നതിന് മുൻപേ തന്നെ 1919 വന്നതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ആ ലേബർ ഓർഗനൈസേഷൻ 2000 ആണ്ടിൽ 4 മാനദണ്ഡങ്ങൾ, ഡീസന്റ് ജോബിന്, മാന്യമായ തൊഴിലിന് 4 മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ 4 മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ മന്ത്രി പുങ്കവന്മാരും നേതാക്കന്മാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് കൊള്ളാം കേട്ടോ. ഏതൊക്കെയാണ് 4 മാനദണ്ഡങ്ങൾ? 1, ഡീസന്റ് വേജ്, മാന്യമായ കൂലി. ആ മാന്യമായ കൂലിയാണല്ലോ എൻ്റെ സഹോദരിമാരെ ആശാ വർക്കേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് എന്താണെന്നല്ലേ? ഫിക്സിറ്റി ഓഫ് ലേബർ, അതായത് ഹയർ ആൻഡ് ഫയർ പാടില്ല, എപ്പോ വേണമെങ്കിലും പിരിച്ചുവിടല് എടുക്കല് അതൊന്നും പാടില്ല. സ്ഥിര ജോലി അത് ആശാ വർക്കർമാർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അവരാവശ്യപ്പെടുന്നത്, ഞങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ എങ്കിലും ഒരു ഫണ്ട് തരണം, ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് തരണം. അതുപോലെ തന്നെ ഈ 7000 രൂപ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണം. ഇതൊക്കെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിൽ, അത് ഈ 2000 കൺവെൻഷനില് അന്ന് ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. പക്ഷെ 2010 ഇന്ത്യയും അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേതാക്കന്മാരെ, മന്ത്രിമാരെ, നിങ്ങൾ അതൊന്ന് എടുത്ത് നോക്ക്. ILOയുടെ ട്രീറ്റിയിൽ എന്താണ് ഇന്ത്യ സൈൻ ചെയ്തിരിക്കുന്നത്, ആ ട്രീറ്റിയിലെ ഉപാധികൾ എന്താണ് എന്നിട്ട് പറ ഇവര് കള്ളത്തരമാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ആക്ഷേപിക്ക്. അതിനു മുൻപ് അങ്ങനെ ആക്ഷേപിച്ചാൽ ആക്ഷേപം തിരിച്ചുകൊള്ളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് അപ്പൊ ഒന്നാമത്തേത് ഡീസന്റ് വേജ്, രണ്ടാമത്തേത് തുടർച്ചയായ ജോലി, അതായത് സ്ഥിരം ജോലി, മൂന്നാമത്തേത് ഡയലോഗ്, യൂണിയനൈസ് ചെയ്യാൻ, യൂണിയൻ ചേരാൻ, ഒത്തുചേർന്ന് അവനവന്റെ ടേംസ് ആൻഡ്, അതായത് സേവന വേതന വ്യവസ്ഥകളെ പറ്റി മാനേജ്മെന്റുമായിട്ട് സംസാരിക്കാനും ഒത്തുചേരാനുമുള്ള അവകാശമാണ് ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മൂന്നാമത്തെ കാര്യമാണ് ഇപ്പൊ ആശാ വർക്കർമാർ ചെയ്യുന്നത്. ആ മൂന്നാമത്തെ കാര്യം ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൈൻ ചെയ്തതുമായ ആ ട്രീറ്റിയിലെ മൂന്നാമത്തെ കാര്യമാണ് ഡയലോഗ്, അഥവാ എന്താണ്, സമരം ചെയ്യാനുള്ള അവകാശം. സമരം ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, അവരെ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ആളുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ സംഘടനയുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസരം, അതാണ് ഡയലോഗ്. ആ ഡയലോഗാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഡയലോഗ് നടത്തി അത് ശരിയാക്കി അംഗീകരിച്ച് വേണ്ട തരത്തില് ചെയ്യണമെന്നാണ് നിങ്ങളുടെ എന്താ പറയാ സഖ്യ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ പോലും, പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പോലും നിങ്ങളോട് ആഹ്വാനം ചെയ്തു. നിങ്ങളുടെ കൂട്ടത്തിലുള്ള, നിങ്ങളുടെ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടി പോലും ആവശ്യപ്പെടുന്നത് ഇത്. ആനിരാജ പറയുന്നത് ഞാൻ കേട്ടു, അതുപോലെ തന്നെ മിസ്റ്റർ വിശ്വം പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ അവരെയൊക്കെ എന്തുകൊണ്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല? അവർ നിങ്ങളെക്കാൾ ഉയർന്ന നിലവാരം പുലർത്തുന്നു എന്നുള്ളത് കൊണ്ടാണോ എന്നാ എൻ്റെ സംശയം കേട്ടോ. അപ്പൊ അങ്ങനെ നാലാമത്തത് ഏതാണ്? പെൻഷൻ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി. സോഷ്യൽ സെക്യൂരിറ്റിയാണ് നാലാമത്തെ കണ്ടീഷൻ. ഞാൻ ഒന്നോടെ ആവർത്തിച്ച് പറയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതായത് ഒന്നാമത്തെ ഉയർന്ന വേതനം, ഡീസന്റ് വേജ്. രണ്ടാമത്തത് ഫിക്സിറ്റി ഓഫ് ലേബർ, അതായത് സ്ഥിര ജോലി. മൂന്നാമത്തത് ഡയലോഗ്, യൂണിയനൈസ് ചെയ്യാൻ, യൂണിയൻ ഫോം ചെയ്ത് ചർച്ചകൾ നടത്താനുള്ള അവകാശം. 4 സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ. ഈ 4ഉം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സമരം അവസാനിച്ച് പോകാവൂ. പക്ഷെ അപ്പോഴും വേദന അനുഭവിക്കുന്ന
നിങ്ങൾ സാധാരണ രീതിയിൽ സഹായിച്ചുകൊണ്ടിരുന്നവരെ എപ്പോഴെങ്കിലും രാത്രിയിലെങ്കിലും പോയി കണ്ട് സഹായിക്കാൻ പറ്റുന്നെങ്കിൽ അവർക്ക് ആ സഹായം ചെയ്തു കൊടുക്കണം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അഭാവത്തിൽ അവരുടെ ജീവിതം അത്ര കണ്ട് ദുരിതപൂർണവും ദുസ്സഹവും ആകുന്നുണ്ടാകും. നിങ്ങളുടെ ഈ സമരം, നിങ്ങളോടുള്ള സഹാനുഭൂതി എന്തുകൊണ്ടുണ്ടായതാണ്? നിങ്ങളുടെ നന്മ കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ വിശുദ്ധി കൊണ്ടാണ് നിങ്ങളോട് ഇത്രയധികം ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കാൻ ഈ നാട്ടിലെ ജനസമൂഹം ശ്രമിക്കുന്നത്. അതിനെ എതിർക്കുന്നവരൊക്കെ അതിൻ്റെ അതായത് കർമ്മം ചെയ്യുന്നവരാണ്. നിങ്ങൾ വിശുദ്ധ കർമ്മം ചെയ്യുന്നെങ്കിൽ അവർ അവിശുദ്ധ കൂട്ടുകെട്ടും അവിശുദ്ധ കർമ്മങ്ങളും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇത്ര മോശമായി ചിത്രീകരിക്കുന്നത് എന്നോർത്ത് പുറംതിരിഞ്ഞു നിൽക്കുക അവരോട്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നത് വരെയും ഇതുപോലെ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ സഹോദരിമാരെ എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ മിനിമം കൂലി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിലേക്കാൾ ഉയർന്നതാണ് എങ്കിൽ അതിനാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഓൾ ഇന്ത്യ തലത്തിൽ ഇത്രയധികം 60+ പോപ്പുലേഷൻ ഇല്ല. അതുപോലെ തന്നെ ഇത്രയധികം കുന്നും മലയും ആനക്കാടും കരടിക്കാടും ഒന്നും കയറി നടന്ന് ജോലി ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതിനെല്ലാം അതായത് നിങ്ങൾ എടുക്കുന്ന അധിക ഭാരം, ആ അധിക ഭാരത്തിന് അത് തന്നെയല്ല ആ നാട് പോലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല ഇവിടെ മാന്യമായ വേതനം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അങ്ങനെ മാന്യമായ വേതനം കിട്ടുന്നിടത്ത് മാന്യമായി ജോലി ചെയ്യുന്ന നിങ്ങൾക്കും മാന്യമായ വേതനം കിട്ടണം. മാന്യമായ വേതനം ഉറപ്പായിട്ടും 7000 അല്ല. ഞാൻ പറഞ്ഞല്ലോ, 5 ദിവസം കൂലിപ്പണി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വേതനമാണ് നിങ്ങൾ ഒരു മാസം 30 ദിവസമോ 31 ദിവസമോ ജോലി ചെയ്ത് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ കണക്ക് കൂട്ടി കണക്ക് സഹിതം ഈ വില്ലന്മാരോട്, ഭരണപക്ഷത്തിരിക്കുന്ന വില്ലന്മാരോട് വിവരിച്ചു കൊടുക്കണം. അവരത് മനസ്സിലാക്കണം. അവർക്ക് വിവരമുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കണം. അതനുസരിച്ച് അംഗീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ കൂടെയാണ്, എല്ലാ പാർട്ടികളും നിങ്ങളുടെ കൂടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് ഇടവരുത്തി കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ സഹോദരി.